എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭജൻ ക്ലാസ്സിലെ ഗണേശ പഞ്ചരത്നം എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുവഴി നമ്മുടെ ഈ സനാതന ധർമ്മത്തിലെ വിലപ്പെട്ട സ്തോത്രങ്ങൾ ലോകം മുഴുവൻ പ്രചരിക്കട്ടെ, അറിയപ്പെടട്ടെ. നമ്മൾ അടുത്തതിന് പഠിക്കാൻ പോകുന്നത് ശ്രീ മൂകാംബിക അഷ്ടകമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ തന്നെ മൂകാംബിക അഷ്ടകം. സർവവിദ്യാ പ്രദായനിയാണ് ശ്രീ മൂകാംബിക. ശ്രീ മൂകാംബികയെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ സ്തോത്രം ചൊല്ലുന്നത് വഴി സർവജ്ഞാനവും ഐക്യവും സമൃദ്ധിയും ഉണ്ടാവും എന്ന് ഋഷിമാർ ഉറപ്പു പറയുന്നു. അത്രയ്ക്കും പരിപാവനമായ ഒരു സ്തോത്രമാണ് മൂകാംബിക അഷ്ടകം. അഷ്ടകത്തിലെ വരികൾ നിരന്തരമായി ജപിക്കുന്നത് വഴി, ഭക്തിയോടുകൂടി നിരന്തരമായി ജപിക്കുന്നത് വഴി അതിലെ സംസ്കൃത ശബ്ദങ്ങളുടെ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടി നമ്മൾക്ക് വിദ്യ ഉണ്ടാവാനുള്ള ഒരു വഴി തെളിയിച്ചു തരുന്നു. അങ്ങനെ സർവവിദ്യയും നമുക്ക് വശംവദമാവും എന്നാണ് പറയുന്നത്. മൂകാംബിക അഷ്ടകത്തിലെ ആദ്യത്തെ സ്റ്റാൻസയിലെ വരികൾ ഇങ്ങനെയാണ്: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മ രൂപേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഒന്നുകൂടെ പറയാം: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. അർത്ഥം: ജഗത്തിൻ്റെ അമ്മയും ബ്രഹ്മസ്വരൂപവുമായ അമ്മയ്ക്ക് നമസ്കാരം. പരമശിവൻ, മഹാവിഷ്ണു, ഇന്ദ്രൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാലും ധാത്രിയിലുള്ള സർവരാലും ആരാധിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഭക്തരുടെ ഇഷ്ടങ്ങളെ നിറവേറ്റി അവരെ രക്ഷിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. കോലാപുരേശിയായ, കോലാപുരത്തിൻ്റെ അമ്മയായ മഹാലക്ഷ്മിക്ക് നമസ്കാരം. നമുക്കിനി അത് ചൊല്ലാം: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ. ഒന്നുകൂടെ പാടാം: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ചേർത്ത് പാടാം: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഒന്നുകൂടെ പാടാം: നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നേഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഈ വരികൾ ഓരോ വാക്ക് വീതം ചൊല്ലിപ്പഠിച്ച് വൃത്തിയായി എല്ലാവരും അടുത്ത തവണ ഞാൻ വരുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. നമുക്കിത് പഠിച്ച് സർവജ്ഞാനയായ ദേവിയുടെ അനുഗ്രഹം നേടി നമ്മൾക്കും നല്ല നല്ല വിദ്യകൾ വശംവദമാക്കാം, നല്ല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാം. നമുക്കും ഐക്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി.